ഹായ്. വിവാഹ ജീവിതത്തിൽ മാനസികമായ അടുപ്പം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശാരീരികമായ അടുപ്പം. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് തുറന്നു പറഞ്ഞ് മാനസികമായിട്ടുള്ള ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു തരാനും നമ്മുടെ കൂടെ ഇന്നുള്ളത് സെക്സോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഡിജോ സാം എബ്രഹാം സാറാണ്. സാറിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. വെൽക്കം സാർ. താങ്ക് യു. സർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുകയാണ്. വിവാഹത്തിന് ശേഷം സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുടെ എണ്ണം ഈയിടെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ സാർ? ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജ് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അത് മോൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ, അതായത് പണ്ടത്തെക്കാൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന എന്തിനാണ്? നമുക്കൊരു മാനസിക സപ്പോർട്ട്, അവർ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇതൊക്കെയാണ് നമ്മൾ വിവാഹ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്സ്. പലപ്പോഴും ഇത്രയും സോഷ്യൽ മീഡിയ വന്നു, ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, സെക്ഷൽ എഡ്യൂക്കേഷൻസ് ഉണ്ട്, അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്ന കാര്യം പണ്ടത്തെ കാലത്തേക്കാൾ അപേക്ഷിച്ച് ഇന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണങ്ങൾ പലതാണ്. പക്ഷെ അതിന്റെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞാൽ, പണ്ട് അത് ഏകദേശം 2 മുതൽ 3% വരെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇന്നത് 8 മുതൽ 17% വരെ വർദ്ധിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പലപ്പോഴും നമ്മളോട് പേഷ്യൻസ് നമ്മളോട് പറയുന്നതിനേക്കാളും കൂടുതൽ അവരുടെ പേരൻസ് നമ്മളോട് പലപ്പോഴും വന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ, എന്റെ മകനും മരുമകളും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് കുറെ നാളായി, പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഞാൻ അവരോട് കൂടുതൽ ചോദിച്ചപ്പോൾ അവരെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നറിയുന്നു. അപ്പോൾ ഇതിന്റെ ഒരു കണക്ക് നമ്മൾക്ക് വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് ഇതൊരു ടോപ്പിക്കായിട്ട് എടുക്കാൻ തന്നെ കാരണം അതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് ഈ ബുദ്ധിമുട്ട് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സാർ, ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മെന്റൽ ഇഷ്യൂസും ഇതിനൊരു കാരണമാവില്ലേ? അതായത് ഇതിന് കോമൺ ആയിട്ട്, അതായത് പുരുഷന്മാർക്കും കാരണങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഇത് നമുക്ക് പലപ്പോഴും ഫിസിക്കൽ കോസസ് ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ, അതായത് ഇമോഷണൽ കോസസ് ഉണ്ട്, നമ്മുടെ കൾച്ചറൽ കോസസ് ഉണ്ട്, പലപ്പോഴും അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പം ഇതിന്റെ കോമൺ ആയിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതിനകത്ത് ആൻസൈറ്റി ഒരു വളരെ പ്രാധാന്യം ഉള്ള, പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജസിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഇതൊരു പെർഫോമൻസ് ആൻസൈറ്റി ഉള്ളവർക്കാണ് കൂടുതലായിട്ട് നമ്മളിത് കാണുന്നത്. അതായത് പലപ്പോഴും ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് ആളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? കാരണം ഈ സെക്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട അതിന്റെ ഏറ്റവും വലിയ ഒരു തമാശയും, അല്ലെങ്കിൽ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മളതിനെ കുറിച്ച് കേൾക്കുന്നു. അതായത് നമുക്കൊരു പുരുഷന്മാർക്കാണെങ്കിൽ ഒരു 9 വയസ്സ് 10 വയസ്സാകുമ്പോൾ തൊട്ടേ നമ്മളതിനെ കുറിച്ച് കേട്ടു തുടങ്ങുന്നു. സ്ത്രീകളാണെങ്കിൽ അവരൊരു 13 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നു. പക്ഷേ ഇത് എങ്ങനെയാണെന്നോ ഏതാണെന്നോ സംസാരിക്കാനുള്ള ഭയം. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ആദ്യമേ ഇതിനെക്കുറിച്ച് സംസാരിക്കല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ള ഭയങ്ങൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഒരു പെർഫോമൻസ് ആൻസൈറ്റി കപ്പിൾസിന് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് ഇങ്ങനെ വരുന്ന കപ്പിൾസിന് പൊതുവെ അവർക്ക് അവരുടെ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഒരു തമാശ പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഒരു കാര്യത്തെ ഭയമാണെങ്കിൽ നമുക്ക് അതിനെ 2 രീതിയിൽ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും, ഇതിൽ അങ്ങ് ഓടി ഒളിക്കും. ഭയത്തെ അങ്ങനെയാണ് എല്ലാവരും നേരിടുന്നത്. ഒന്നെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്ത് നമ്മളതിനെ സക്സസ്ഫുള്ളി നമ്മളത് ചെയ്യും. ചിലർ എന്ത് ചെയ്യും, അതിനെ ഓടി ഒളിക്കും. പലപ്പോഴും അൺകൺസ്യൂമേറ്റഡ് മാരേജസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ കാണുന്നത്, പലപ്പോഴും ഈ ഭയം അവർക്ക് വന്നിട്ട്, തന്റെ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയം വന്നിട്ട് അവരതിൽ നിന്ന് ഓടി ഒളിക്കും. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു സെക്സ്വൽ പ്രോസസ്സിൽ നിന്ന് തന്നെ അവരങ്ങ് മാറിക്കളയും, പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയം മൂലം. പിന്നെ നമ്മൾ കാണുന്ന പെർഫോമൻസ് ആൻസൈറ്റിയാണ് കോമൺലി കാണുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാക്ക് ഓഫ് നോളജ്. അതായത് ഇത് എങ്ങനെയാണ്, ഇത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഏകദേശം ഒരു പ്രോസസ്സ് അറിയായിരിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ സെക്സിനെ കുറിച്ച് ആ സിനിമ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം, സെക്സിനെ കുറിച്ച് ആ നായകൻ അറിയാം, പക്ഷെ അതിന് മുന്നേ ഉള്ള ഫോർപ്ലേ കുറിച്ച് ആ നായകനെ അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീക്ക് ഒരു ഭയമാവുന്നു. ഫോർപ്ലേയിലോട്ട് കടക്കാതെ, അല്ലെങ്കിൽ ഫോർപ്ലേ ആക്റ്റീവായിട്ട് ചെയ്യാതെ ഒരു സ്ത്രീയിലോട്ട് സെക്സിന് വേണ്ടി പോകുമ്പോൾ ആ സ്ത്രീക്ക് അതൊരു ഭയമേറിയ സിറ്റുവേഷനാണ്. സ്ത്രീക്ക് അത് ഭയങ്കരമായിട്ട് ഭയക്കും. എനിക്കറിയാം, എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യന്റ് ഞാനിപ്പോൾ ഓർക്കുന്നു. ആ പേഷ്യന്റിന് ഹസ്ബൻഡിന്
ഫോർപ്ലേയോട് താല്പര്യമില്ല. ഹസ്ബൻഡിന് സെക്സ് മാത്രമേ താല്പര്യമുള്ളൂ. ഹസ്ബൻഡ് പോൺ മൂവീസോ അങ്ങനെ എന്തെങ്കിലും കണ്ടതിന് ശേഷം ഹസ്ബൻഡ് ഒരു ഇതായി കഴിഞ്ഞാൽ ഹസ്ബൻഡ് നേരെ വന്ന് സെക്സ് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ സ്ത്രീക്ക് അതൊരു ഭയങ്കര ഭയമാവുന്നു. കാരണം അവർക്ക് ഫോർപ്ലേ വന്ന് അവരുടെ ബോഡി അതിനോട് ട്യൂൺഡ് ആയാലേ അവർക്ക് ആ സെക്സിലോട്ട് അവർക്ക് ചെല്ലാൻ പറ്റും. അല്ലെങ്കിൽ ഫോർപ്ലേ ചെയ്യാതെ അവരെ അതിലോട്ട് ഒട്ടും അടുക്കാതെ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എ റേപ്പ്. നമ്മൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്ന പോലെ തന്നെയാണത്. അപ്പം ഇത് ഒബ്വിയസ്ലി അവർക്കൊരു ഭയം വരുന്നു. അപ്പം അതാണ്, അതായത് ലാക്ക് ഓഫ് സെക്ഷൽ നോളജ്. എങ്ങനെ സെക്സിനെ അപ്രോച്ച് ചെയ്യണം, അതായത് എങ്ങനെയാണ് ഫോർപ്ലേ എത്ര നേരം വേണം, ഫോർപ്ലേ ചിലർ പറയും ഡോക്ടറെ ഞാൻ 2 മിനിറ്റ് ചെയ്തു 3 മിനിറ്റ് അല്ല, ഫോർപ്ലേ നിങ്ങൾ ആക്റ്റീവായിട്ട് എത്ര നേരം ഇൻവോൾവ് ചെയ്യുന്നു, ഇതെല്ലാം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള കോസസ് ഒന്ന് ഈ ലാക്ക് ഓഫ് സെക്ഷൽ നോളജ്, പിന്നെ ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഏത് രീതിയിലാണ് ഇത് പോകേണ്ടത്, പൊസിഷൻ എങ്ങനെയാണ്, പൊസിഷനിങ്ങിനെ കുറിച്ച് പലർക്കും കൃത്യമായിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, അതൊന്ന്. പിന്നെ ഉള്ളത് ഫോബിയാസ് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ ഈ കൾച്ചറൽ സോഷ്യൽ ബിലീഫ്സുമായിട്ട് നിൽക്കും. അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം. പലപ്പോഴും ഈ പേഷ്യൻസ് നമ്മൾ ഫോബിയാസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചില പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, അവരുടെ എന്തെങ്കിലും അവരുടെ ആരെങ്കിലും പറഞ്ഞൊരു കഥയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ പറഞ്ഞൊരു കഥയോ മറ്റും കേട്ടപ്പം സെക്സിന് ശേഷം ബ്ലീഡിങ് വന്നു, അല്ലെങ്കിൽ അവര് മാസ്റ്റർബേറ്റ് ചെയ്യാൻ നേരം ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ട് ഇതിനെക്കുറിച്ചൊരു അനാവശ്യമായിട്ടുള്ള ഭയം ഇവർക്ക് വരും. ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ഈ ലാക്ക് ഓഫ് സെക്സിനെ കുറിച്ചുള്ള അറിവ് കുറവ്, ഫോബിയാസ് നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ പെർഫോമൻസ് ആൻസൈറ്റി, ഇതാണ് കോമൺലി കാണുന്ന കോസസ്. സാർ ഇപ്പൊ പറഞ്ഞ കണക്ട് ആയിട്ട് ചോദിക്കുകയാണ്, സാർ ഇപ്പൊ പറഞ്ഞ ഇപ്പോ ഫോബിയാസ്, ലാക്ക് ഓഫ് നോളജ്, ആൻസൈറ്റി അല്ലാതെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാം? അതായത് ഇത് ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് പുരുഷനും സ്ത്രീക്കും രണ്ടായിട്ട് നമുക്ക് അതിനോട്ട് ആൻസറിലോട്ട് കിടക്കാം. പുരുഷന്മാരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാരണമാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്, അല്ലെങ്കിൽ ശീഘ്രസ്ഖലന, പ്രിമച്വർ ഇജാക്കുലേഷൻ. ഈ 2 കാര്യങ്ങളും ആണ് നമ്മളെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യം. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസസ് ആണ്. അതായത് ഉദ്ധാരണക്കുറവ്. അത് ഈ ഉദ്ധാരണക്കുറവ് 2 രീതി വരാം. ഒന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ആങ്സൈറ്റി മൂലം വരാം. പറയുന്നത് മനസ്സിലായി, എത്രത്തോളം പാർട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാത്തോണ്ട് വരാം. പലപ്പോഴും പല ആൾക്കാരും ഇത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ഇതിന് ട്രീറ്റ്മെന്റ് ആവശ്യമല്ലേ? ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന്റെ പൊതുവേ കാണുന്ന ഒരു ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, ഇവരായിരിക്കില്ല നമ്മളോട് പറയുന്നത്, പേഷ്യൻസ് ആയിരിക്കില്ല നമ്മളോട് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്നത്. പലപ്പോഴും ഇവരുടെ പേരൻസ് ആയിരിക്കും. കൂടുതലും കണ്ടിട്ടുള്ളത് ഇവരെ ഏതെങ്കിലും ഒരു പൊതുവെ ഇങ്ങനെയുള്ളവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. ഈ അസുഖമുള്ള പലർക്കും, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഈ വീഡിയോ കാണുമ്പം എല്ലാവരും ചിന്തിക്കല്ലോ സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളവർക്കെല്ലാം ഇങ്ങനെ വരും. സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളവർക്ക് ആണ് ഇത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഇവരെന്തെങ്കിലും ചോദിച്ചാൽ ഇവർ പലപ്പോഴും ഇത് നമ്മളോട് ഒന്നും പറയാറില്ല. ഇവരുടെ പേരൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സോ ആയിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പേഷ്യൻസ് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് പൊതുവെ നമ്മൾ കാണുന്നത്, ഇത് പൊതുവെ ഇവർക്ക് സംസാരിക്കാൻ ഭയമായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഇത് 4 വർഷവും 6 വർഷവും 7 വർഷവും 8 വർഷവും ഒക്കെ ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് പോകുന്നത് നമ്മൾ കാണും. പലപ്പോഴും ഇത് പേഷ്യൻസ് നമ്മളോട് ഇതിങ്ങനെ പറയാതെ ഇവർ ഇതിനോട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. അതായത് ഇറ്റ് വിൽ റീച്ച് എ ഫേസ് വെയർ അവരിതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അവരിതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് മെന്റലി ഫിസിക്കലി ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇതിങ്ങനെ അങ്ങ് പോകും. ആരെങ്കിലും പാർട്ട്നേഴ്സ് ചോദിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നവരെല്ലാം ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കുറച്ചു പേരെങ്കിലും ഇത് തൽക്കാലം ഈ ടോപ്പിക്ക് തൊടണ്ട, അത് അവിടെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഇതിന് പക്ഷെ ഒരു വ്യക്തമായ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വജൈനിസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. ഇറ്റ് ഈസ് എ ഡിസീസ്, അതൊരു അസുഖമാണ്. ആ അസുഖത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. ആ ട്രീറ്റ് ചെയ്ത് അതിന് ഇമോഷണൽ തെറാപ്പി ആവശ്യമാണ്. അതിന് ഇമോഷണലി നമ്മൾ കൊടുക്കുന്ന കൗൺസിലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വജൈനിസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതെല്ലാം ആവശ്യമാണ്. വജൈനിസ്മസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പുരുഷന്മാരുടെ കാര്യത്തിലോട്ട് വന്നാൽ എറക്ടൈൽ ഡിസ്ഫങ്ഷന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. എത്രയോ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ്സ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഡ്രഗ്സ്, അതിനുശേഷമുള്ള മെഡിസിൻസ്, കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഡ്രഗ്സ് കൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻസ്, അല്ലെങ്കിലും ശരിയാവുന്നില്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, പാപ്പും, അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇന്ന് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്.
അപ്പോൾ ഇതിന്റെ ആദ്യത്തെ കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സ്വയം അഡ്രസ്സ് ചെയ്ത് അതിനൊരു സെക്സോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ കണ്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഒരു ഡൗട്ടായിട്ട് ചോദിക്കുകയാണ്, കൗൺസിലിങ്ങും തെറാപ്പി ഇതിന് എത്രത്തോളം ഗുണം ചെയ്യും? കൗൺസിലിങ്ങും തെറാപ്പിയുമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പലപ്പോഴും ഇതിനൊരു ഫിസിക്കൽ കോസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വജൈനിസ്മസ് അല്ലെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള ഫിസിക്കൽ കോസ് കണ്ടുപിടിച്ചാൽ പോലും ഇതിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് കൗൺസിലിങ്ങും തെറാപ്പീസുമാണ്. അപ്പോൾ കൗൺസിലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്തോട്ട് വരുന്നു, ആദ്യം നമ്മൾ ഇവരെ ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ ഒരുപാട് സമയമെടുക്കും. അതായത് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ്, ഒരു അൺകൺസുമേറ്റഡ് മാരേജ് ആയിട്ടുള്ള പേഷ്യന്റ്, ഈ പ്രശ്നം അനുഭവിക്കുന്ന പേഷ്യന്റ് ആണ് നമ്മുടെ അടുത്തോട്ട് വരുന്നതെങ്കിൽ നമ്മൾ അവരൊരു മിനിമം ഒരു 30-45 മിനിറ്റ്സ് അവരോട് സംസാരിക്കാൻ നമ്മൾ ഡോക്ടർമാരും തയ്യാറായിരിക്കും. കാരണം എന്നാലേ നമുക്ക് അവരിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവരോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇവരെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലോട്ട്, അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സെക്ഷൽ ലൈഫിലോട്ട് നമുക്ക് ഇവരെ എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഇവരോട് നമ്മൾ ഇതിന്റെ സെക്സ് എങ്ങനെയാണ്, സെക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അവരുടെ പെർഫോമൻസ് ആൻസൈറ്റി എത്രത്തോളം മാറ്റണം, ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഇവരെ തമ്മിലുള്ള സപ്പോർട്ട് എത്ര അത്യാവശ്യമാണ്, ഇവർ തമ്മിൽ സപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യകത എത്രത്തോളം ഉണ്ട്, അതുപോലെ സെക്സിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, ഫോർപ്ലേ ഇവർ എത്ര നേരം കൊടുക്കണം, അത് എങ്ങനെയാണ് ഇവർ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഇവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് ഇവർക്ക് അത് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇവർക്കൊരു സക്സസ്ഫുള്ളി ഒരു സെക്ഷൽ ലൈഫിലോട്ട് ഇവർക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പം ഇവിടെ അതേപോലെ നമ്മൾ ഈ ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ സെക്ഷൽ നോളജ്, പൊസിഷൻസിനെ കുറിച്ച് ഇവരോട് നമ്മൾ കൗൺസിലിംഗ് വരും. പിന്നെ ഒരു ഫാമിലി ലൈഫിൽ സെക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ചിലർ പറയും, ഡോക്ടർ ഞങ്ങൾ സെക്സ് വേണ്ടാന്ന് വെക്കുന്നത് ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടാത്തതുകൊണ്ടാന്ന് പറയാം. പക്ഷെ കുട്ടികൾ വേണ്ടാത്തതാണെന്ന് പറഞ്ഞപ്പോൾ ശരി, നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടെങ്കിൽ പോലും സെക്സ് ലൈഫിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, സെക്ഷൽ ലൈഫ് എത്രത്തോളം നിങ്ങളുടെ, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പലപ്പോഴും ഈ വിജയിച്ച അവര് ഓപ്പൺലി സംസാരിക്കുന്നവർ പറയുന്നേക്കാം അവരുടെ സെക്ഷൽ ലൈഫ് വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് പറയും. കാരണം അത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഒരുപാട് നിങ്ങളുടെ ബോഡിയിലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുകയും നിങ്ങളുടെ ടെൻഷൻ റിലീഫ് കൊണ്ടുവരികയും നിങ്ങൾക്ക് അടുത്ത ലൈഫിലോട്ടുള്ള നിങ്ങൾക്കൊരു എത്രത്തോളം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഇത് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പേഷ്യൻസിന് ഒരുപാട് എക്സാമ്പിൾസും അങ്ങനെ കൗൺസിലിംഗും തെറാപ്പീസുമാണ് ഈ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിവോട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് കൗൺസിലിംഗും തെറാപ്പീസും ആണ്. മറ്റെല്ലാ ട്രീറ്റ്മെന്റിനേക്കാളും കൂടുതൽ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് വേണം പേഷ്യന്റ് വരാൻ. ഡോക്ടറും അതേപോലെ തന്നെ ഇങ്ങനെ അവരോട് കുറെ സമയം വരുന്ന സംസാരിക്കാൻ ഒരു മനസ്സ് കൊടുത്തിരുന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് ഒരു സക്സസ്ഫുള്ളി നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ ഈ അവസ്ഥയ്ക്ക് നൽകുന്ന ട്രീറ്റ്മെന്റ് എന്തെല്ലാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൗൺസിലിംഗ് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. രണ്ടാമത്തെ, ഇപ്പൊ നമ്മൾ ഇനി ഫിസിക്കൽ കോസസിലോട്ട് വരുവാണെങ്കിൽ, പുരുഷന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ, ഇതൊക്കെയാണ്. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രിമച്ചർ ഇജാക്കുലേഷനിലോട്ട് പറയുമ്പോൾ ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ എന്തോ ചോദിക്കുക. ഇവർക്ക് എന്തുകൊണ്ട്, ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഇതിനു മുന്നേ ഇവർക്കുണ്ടായിരുന്നോ, ഇവർക്ക് എപ്പോൾ തൊട്ടാണ് ഇത് വരാൻ തുടങ്ങുന്നത്, ഏത് സമയം തൊട്ടാണ്. പലപ്പോഴും എറക്ടൈൽ ഡിസ്ഫങ്ഷനും പ്രിമച്ചർ ഇജാക്കുലേഷനും ഉള്ള പുരുഷന്മാർ കാണുന്നത് എല്ലാവർക്കും ആണെന്ന് പറയുന്നില്ല, പലർക്കും പോൺ അഡിക്ഷൻ ഒരു റീസൺ ആയിട്ട് കാണാറുണ്ട്. പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ഫാന്റസീസ്. ഇപ്പൊ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അത് കിട്ടാതാവുമ്പോൾ അവർക്ക് സെക്സിന് ഒരു പെർഫോമൻസ് ആൻസൈറ്റി വരും. ഈ പെർഫോമൻസ് ആൻസൈറ്റി എന്ത് സംഭവിക്കും? എറക്ടൈൽ ഡിസ്ഫങ്ഷനിലോട്ട് ലീഡ് ചെയ്യും. അപ്പൊ ഇതിന് മരുന്നുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കും. ഇതിന് മരുന്നുണ്ട്, ഒബ്വിയസ്ലി ഇതിന് മരുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ലങ് ക്യാൻസർ വന്നു, നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറല്ല, പക്ഷെ നിങ്ങൾക്ക് മരുന്നെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നത് പോലാണ് പ്രിമച്ചർ ഇജാക്കുലേഷനും എറക്ടൈൽ ഡിസ്ഫങ്ഷനും ഉള്ളവർ മരുന്ന് കഴിക്കാൻ തയ്യാറായിരിക്കും. പക്ഷെ അവർ പോൺ കുറയ്ക്കുന്നാലോ അല്ലെ അവർ റിയാലിറ്റിയിലോട്ട് വരാനോ അവർ തയ്യാറാവില്ല. അങ്ങനെ പറ്റില്ല. പേഷ്യൻസ്, നിങ്ങൾ ആ റിയാലിറ്റിയിലോട്ട് നിങ്ങൾക്ക് എത്തണം. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ സെക്ഷൽ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഈ അഡിക്ഷൻസ് നിങ്ങൾ കുറയ്ക്കണം. അപ്പൊ അതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഹിസ്റ്ററി എടുക്കും, ഇങ്ങനെയുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പേഷ്യനോട് പറയും. പിന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷന് മരുന്നുകൾ അവൈലബിൾ ആണ്. എറക്ടൈൽ ഡിസ്ഫങ്ഷനും പ്രിമച്ചർ ഇജാക്കുലേഷനും രണ്ടിനും മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷെ അവിടെയും എനിക്ക് ഈ ടോപ്പിക്ക് പറയാനുള്ളത്, കാണുന്ന പേഷ്യൻസിനോട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, പലപ്പോഴും ഇത് നമ്മുടെ ഒരു സോഷ്യൽ, ഇന്ന് ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് മരുന്നുകൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടും, ആ മരുന്നുകൾ കഴിച്ച് അങ്ങനല്ല. നിങ്ങളൊരു സെക്സോളജിസ്റ്റിനെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ കണ്ട് അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട്
അവർ പറയുന്ന കൃത്യമായിട്ടുള്ള ഡോസിനുള്ള മരുന്നുകൾ എടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനുള്ള അതേ ഇഷ്യൂ ആയിരിക്കില്ല നിങ്ങൾക്ക്. കൂട്ടുകാരന് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കില്ല നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ പോൺ കാണുന്ന എല്ലാവർക്കും എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരണമെന്നില്ല, അല്ലെങ്കിൽ പോൺ കാണാത്തവർക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്നുകൂടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാൻ. അപ്പോൾ അങ്ങനെ ഇതിനെ രണ്ടിനെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. സ്ത്രീകളുടെ കാര്യത്തിലോട്ട് വന്നാൽ വജൈനിസ്മസ് ആണ് സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡിസീസ്. വജൈനിസ്മസിന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. വജൈനിസ്മസ് പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. കാരണം ഈ വജൈനിസ്മസ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ബുദ്ധിമുട്ട് വളരെ, കാരണം അവർക്ക് ആ ഏരിയയിലോട്ട് അടുക്കുമ്പോഴേ അവരുടെ മസിൽസ് തന്നെ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ അവര് പലപ്പോഴും അവർക്ക് ആ ഏരിയയെക്കുറിച്ച് ഒരു ഭയമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പലപ്പോഴും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ പേഷ്യന്റിനെ നമ്മളെ ഒ പിയിൽ നമ്മൾ സമയമെടുത്ത് ട്രീറ്റ് ചെയ്ത് നമ്മളൊരു സ്റ്റാഫ് നേഴ്സിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡോക്ടർ നമ്മൾ തന്നെ പറഞ്ഞു. അപ്പം നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യുന്ന അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ആ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്റ്റാഫ് നേഴ്സിനെ നിർത്തി ഒരു ചെറിയ ബഡ് പോലുള്ള കാര്യങ്ങൾ ആ ഏരിയയിലോട്ട് കൊണ്ടുപോയി, ആ കോയിറ്റസ് നടക്കുന്ന, അതായത് ബന്ധപ്പെടുന്ന ഏരിയയിലോട്ട് ഈ ബഡ് കൊണ്ടുപോയി ഇതകത്തോട്ട് പോകുമ്പോഴും ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കി ഈ ചെറിയ സംഭവങ്ങൾ അവരോട് ചെയ്തു നോക്കാൻ പറയും. അങ്ങനെ ഈ സ്റ്റാഫും നമ്മളൊരു കുറേ പേഴ്സൺസ് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഡോക്ടർ, ഒരു സ്റ്റാഫ് നേഴ്സ്, പാർട്ട്ണർ, ഇവരെല്ലാവരെയും കൂടെ നിർത്തി ഒരു പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യണം. അത് പലപ്പോഴും വജൈനിസ്മസ് നമുക്ക് രണ്ട് രീതി, ചില പേഷ്യൻസിന് ഇതുകൊണ്ടങ്ങ് ശരിയാവും. ചിലർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് വജൈനൽ ഡയലറ്റേഴ്സ് എന്ന് കിട്ടും. ആമസോണിലും മറ്റുമെല്ലാം അവൈലബിൾ ആണ്. വജൈനൽ ഡയലറ്റേഴ്സ് കിട്ടും. ഈ ഡയലറ്റേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ചിലർക്ക് പക്ഷേ ആ കണ്ടീഷൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയും, അതിന് നമ്മൾ ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയും. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ മസിൽസ് എല്ലാം ഒന്ന് റിലാക്സ് ആവും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ബന്ധപ്പെടാൻ ഇച്ചിരി എളുപ്പമാവും. പിന്നെയും വജൈനിസ്മസിന്റെ അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ചിലർക്ക് ചിലപ്പോൾ ആ മസിൽസ് അവിടെ ഭയങ്കര ടോട്ട് മസിൽസ് ആയിരിക്കും. ഒരു ഇംപെർഫറേറ്റ്, അതായത് ആ മസിൽസ് ഭയങ്കര ടോട്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും അവർക്കത് പോകത്തില്ലായിരിക്കും. ഈ ഡയലറ്റേഴ്സ് എന്ത് വെച്ചാലും ചിലപ്പോൾ പോകുന്നില്ല, ബന്ധപ്പെട്ടാലും പോകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചെറിയൊരു സർജറി, മൈനർ സർജറി വേണ്ടി വരാം. വജൈനിസ്മസ് ട്രീറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഒരു വലിയൊരു രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. പേഷ്യൻസ് നമ്മുടെ കൂടെ നിന്ന്, അത് നമ്മൾ പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു പരസ്പരം നമ്മളത് സംസാരിച്ച് നമുക്ക് അതിലോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പം അതിന് ആദ്യം ഒരു പ്രോപ്പർ കൗൺസിലിംഗ് ആവശ്യമാണ്. പിന്നെ അതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റാഫും നമ്മളോട് ഒരുമിച്ചിരുന്ന് ഇതൊരു മൾട്ടി അപ്രോച്ചായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ വജൈനിസ്മസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ലാക്ക് ഓഫ് സെക്ഷൽ ഡിസയർ. നമ്മൾ നേരത്തെ പറഞ്ഞ ലാക്ക് ഓഫ് സെക്ഷൽ ഡിസയർ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇതിന് എന്തെങ്കിലും ഫിസിക്കൽ കോസസ് ഉണ്ടോ? അതായത് ചിലർക്ക് ചിലപ്പോൾ അവരുടെ പുരുഷ ഹോർമോണിന്റെ ലെവൽ ചിലപ്പോൾ പൊതുവേ കുറവായിരിക്കും, ചിലപ്പോൾ സ്ത്രീ ഹോർമോണിന്റെ അളവ് പൊതുവേ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഹോർമോൺ മരുന്നുകൾ കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരും, അവർക്ക് കുറച്ചുകൂടെ ഒരു ഉണർവ് വരും. അങ്ങനെയുള്ളതിന്റെ ആവശ്യമുണ്ടോ? അതോ നേരത്തെ പറഞ്ഞ പോലെ ഈ പെർഫോമൻസ് ആൻസൈറ്റി വന്നിട്ട് അവർക്കുണ്ടായ ലാക്ക് ഓഫ് സെക്ഷൽ ഡിസയർ ആണോ നമ്മൾ പരിശോധിച്ച് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിന് ഫിസിക്കലി, മെന്റലി ഇത് ട്രീറ്റ് ചെയ്യാൻ, ഇമോഷണൽ ട്രീറ്റ് ചെയ്യാനുള്ള തെറാപ്പീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫിസിക്കൽ കോസസ് ആണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. സാർ, അപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള സപ്പോർട്ട് ഈ ട്രീറ്റ്മെന്റ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് വന്ന 2 പേഷ്യന്റിനെ കുറിച്ചുള്ള എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നത്, അവർ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസം ആയതേ ഉള്ളൂ. അപ്പൊ അവര് ഹസ്ബൻഡിന് ഇതിനോട് പൊതുവെ താല്പര്യക്കുറവാണെന്ന് കണ്ടു, സെക്സിനോട് താല്പര്യം ഇല്ലാന്ന് കണ്ടു. അപ്പം നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വന്നു. നമ്മൾ ഹസ്ബൻഡിനെ കൗൺസിൽ ചെയ്തപ്പോൾ ഹസ്ബൻഡിന് ഈ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് ആൻസൈറ്റിയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പൊ നമ്മൾ വൈഫിനോട് പറഞ്ഞു, നമ്മൾ അതിന് മരുന്നുകളുണ്ട്, നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാറുമെന്ന് പറഞ്ഞു. പക്ഷെ വൈഫ് എന്ത് ചെയ്ത അഡമന്റ് ആണ്, വൈഫിന് ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല. അങ്ങനെ ഒബ്വിയസ്ലി അവരൊരു ഡിവോഴ്സിലോട്ട് പോയി. നമ്മൾ എത്ര പറഞ്ഞിട്ടും വൈഫിന് അത് ഈ പുള്ളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അതിന് കഴിയില്ല എന്നും പറഞ്ഞ് ഷീ വെന്റ് ഫോർ എ ഡിവോഴ്സ്. വേറൊരു കപ്പിൾ ഇതേ 4.5 വർഷമായി. വൈഫിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വജൈനിസ്മസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. വജൈനിസ്മസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഈ അസുഖം ട്രീറ്റ് ചെയ്യാൻ ഹസ്ബൻഡ് വേറെ യാതൊരു കുഴപ്പമില്ല. ഹസ്ബൻഡിന് വേറെ യാതൊരു പ്രശ്നമില്ല. ഹസ്ബൻഡ് സെക്ഷലി പ്രശ്നങ്ങളൊന്നുമില്ല. ഹസ്ബൻഡ് പ്രമിച്ചർ ഇജാക്കുലേഷനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഹസ്ബൻഡ് വൈഫിന് സപ്പോർട്ട് കൊടുത്ത് സർജറിയുടെ കൂടെ നിന്ന് സർജറി ചെയ്ത് അത് കഴിഞ്ഞ് ഈ 4-ാമത്തെ വർഷമാണ് അവർ വരുന്നത്. ഇത് ഫുൾ കൗൺസിലിംഗ് ട്രീറ്റ്മെന്റും എല്ലാം കൂടെ 6 months, 6.5, ഒരു 6-7 മാസം എടുത്തു. ഇതൊരു കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ് ആയിരുന്നു. ട്രീറ്റ്മെന്റ്, സർജറി എല്ലാം കൂടെ
പക്ഷെ ഈ 6-7 മാസവും ഹസ്ബൻഡ് കൂടെ നിന്ന് അവസാനം അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ ലഭിച്ചു. അപ്പൊ അതിനകത്തുണ്ട് ഇതിന്റെ ഉത്തരം. അതായത് പരസ്പരം ഇങ്ങനെയുള്ള കുഴപ്പമുള്ള കപ്പിൾസിന് പരസ്പരം, അതായത് അവര് തമ്മിൽ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. അവരുടെ മനസ്സുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ സെക്ഷലി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേറുള്ള രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് വളരെയധികം സ്ട്രോങ് ആയിരിക്കും. വളരെ സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്കിതിനെ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത്, ഇത് ഇടയ്ക്ക് വെച്ച് ട്രീറ്റ്മെന്റ് സമയമൊക്കെ വരുമ്പോൾ ഇത് സമയം എടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും. അപ്പൊ അതുകൊണ്ട് പരസ്പരമുള്ള സപ്പോർട്ട്, പരസ്പരം നിങ്ങൾ തമ്മിലുള്ള മെന്റൽ ബോണ്ടുകൾ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ മെന്റലി ലൈവായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്താൽ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ, ഈ ട്രീറ്റ്മെന്റ്, ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. സാറിന് ഒരുപാട് തിരക്കുണ്ടെന്ന് അറിയാം. എന്നാൽ ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ സാറിന് എന്താണ് പറയാൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ അഡ്രസ് ചെയ്യണം. ഇത് പലപ്പോഴും സെക്സ് എന്ന് പറയുന്നത് ഇത്രയും നമ്മുടെ എല്ലാ സമൂഹവും എല്ലാം വളർന്നു, നമ്മൾ സോഷ്യൽ മീഡിയ വളർന്നു, നമ്മുടെ വിരൽത്തുമ്പി നമുക്ക് ലോകം കിട്ടുന്ന ഈ കാലമായിട്ടും പലപ്പോഴും കാണുന്ന കാര്യം, ഇതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത്, ഈ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ അഫ്ലുവന്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വളരെയധികം നല്ല ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരിലൊക്കെയാണ് നമ്മൾ ഇത് കൂടുതലായിട്ടും കാണുന്നത്. പലപ്പോഴും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് അഡ്രസ്സ് ചെയ്യാൻ മടിക്കുകയും, ഇവരിത് പലപ്പോഴും മുന്നോട്ട് പോട്ടെ, കുറച്ചുനാളൂടെ പോട്ടെ എന്ന് പറയുകയും, പിന്നീട് ഇവരൊരു പൊസിഷൻ എത്തും, ഇതില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു പൊസിഷൻ എത്തും. അവസാനം ഇത് എന്ത് പറ്റും, കുറെ കഴിയുമ്പോൾ ആദ്യമൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുറെ കഴിയുമ്പം ലൈഫിനോട് തന്നെ നമുക്കൊരു വിരക്തി വരും. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്താണ് എന്റെ ലൈഫ് കൊണ്ട് ഉദ്ദേശം എന്നൊക്കെ തോന്നി അങ്ങനെയാണ് വേറെ പല കണ്ടീഷനിലോട്ടും പോകുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത്, ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തവർ, പിന്നീട് അവർക്ക് വേറെ ചില പ്രശ്നങ്ങൾ വരും. അതായത് അവർക്ക് മെന്റലി ഇഷ്യൂസ് വരും, അവരുടെ ക്യാരക്ടർ ഇഷ്യൂസ് വരും. അവർക്ക് വേറെ ക്യാരക്ടർ ഇഷ്യൂസ് വന്ന് അവർ വേറെ രീതിയിലോട്ട്, ഒരു ക്രിമിനൽ സ്വഭാവത്തിലോട്ടൊക്കെ പോകുന്നത് പോലും, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ വളരെ ചുരുക്കം ചിലരിലാണെങ്കിലും നമ്മളത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ്. സോ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ്. അത് ഇന്ന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇമോഷണൽ ആയിട്ടാണെങ്കിലും തെറാപ്പീസ് അവൈലബിൾ ആണ്. ഫിസിക്കൽ കോസസ് ആണെങ്കിലും അതിനുള്ള തെറാപ്പീസ് അവൈലബിൾ ആണ്. സോ ഇതിനാകെയുള്ള ഒരു കാര്യം, നിങ്ങളിത് അഡ്രസ്സ് ചെയ്യണം, നിങ്ങളിത് പ്രോപ്പറായിട്ടിരുന്ന് സംസാരിക്കണം, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് നിങ്ങൾ ലൈവായിട്ട് കീപ്പ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ലൈവായിട്ട് ബോണ്ട് കീപ്പ് ചെയ്യുകയും നിങ്ങൾ ട്രീറ്റ്മെന്റ്സിനും തയ്യാറാണെങ്കിൽ, ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിനെ, സെക്ഷൽ ലൈഫിനെ മാത്രമല്ല, ഒരു സെക്ഷൽ ലൈഫ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾക്ക് അത് ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാൻ പറ്റും. സെക്ഷലി ഈ പ്രോബ്ലംസ് നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്താൽ, കഴിയുമ്പോൾ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് മാത്രമല്ല ഫ്രൂട്ട്ഫുൾ ആവാം, നിങ്ങളുടെ ലൈഫ് ഫുള്ളായിട്ട് ഇത് ഫ്രൂട്ട്ഫുൾ ആവുകയാണ്. കാരണം സെക്ഷലി ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡയമെൻഷൻ തന്നെ ഒരുപാട് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ഇതിന് ഇങ്ങനെയുള്ള പ്രോബ്ലംസിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ട്രീറ്റ് ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് ഒരു പുതിയ ഡയമെൻഷൻ വരാനും ഒരു പുതിയ രീതിയിലോട്ട് കാര്യങ്ങൾ പോകാനുമുള്ള സാധ്യതയുണ്ട്. സോ ഇതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണെന്നുള്ള സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അത് അത്യാവശ്യമാണ്. നമുക്ക് ഇത്രയേരം വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പുതിയ അറിവ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകർക്കെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് സാർ ഇപ്പൊ പറഞ്ഞു തന്നത് വലിയൊരു ഉപകാരം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.